സുഗുണ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, നമസ്കാരം. ഞാൻ ആനി സെബാസ്റ്റ്യൻ. ആദ്യമായിട്ട് കാണുന്നവർക്കൊന്ന് പരിചയപ്പെടുത്താം ഒന്നും കൂടി. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് ഔട്ടുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. എൻ്റെ പുതിയ ഗാർഡൻ വിശേഷങ്ങളായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇനിയിപ്പം മഴക്കാലമൊക്കെ അല്ലേ, എൻ്റെ ഇടയിൽ വെയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു മഴക്കാല പരിചരണം കൂടി ഒന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത്. പലരും ഇങ്ങനെ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, മഴക്കാലത്ത് ഇങ്ങനെ ഫംഗസ് വരുന്നു, കേട് വരുന്നു, അതിനെന്താണ് പ്രതിവിധികളെന്ന്. അപ്പോൾ അതേപ്പറ്റിയൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം. കാലത്തെ ഈ പ്രത്യേകിച്ച് വേണ്ട മൊക്കാറ പരിചരണം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് വർഷക്കാലത്ത് ഫംഗിസൈഡ് കൊടുക്കണം. 10 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഫംഗിസൈഡ് കൊടുക്കണം. അപ്പോൾ അത് ഓരോന്നിൻ്റെ രീതി അനുസരിച്ചാണ് അതിൻ്റെ അളവ്. അപ്പോൾ അത് എനിക്ക് കറക്റ്റ് ഇതിൽ പറയാൻ പറ്റില്ല. നിങ്ങൾ ഏത് കടയിൽ നിന്ന് ഫംഗിസൈഡ് മേടിക്കണമെന്നുണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിക്കുക, ഇത് എത്ര ml വെച്ചാൽ ഞാൻ കുറച്ച് ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയണത്, മഴക്കാലത്ത് ഫംഗിസൈഡ് കൊടുത്തില്ലെങ്കിൽ ഈ ചീച്ചൽ രോഗം, കൂമ്പ് ചീയ, ഫംഗൽ, ഇതൊക്കെ ഈ അറ്റാക്കുകളൊക്കെ ഇവർക്ക് കൂടും. അതുകൊണ്ടാണ് നിർബന്ധമായിട്ടും ഞാൻ ഫംഗിസൈഡ് കൊടുക്കാൻ പറയണത്. അങ്ങനെ നമ്മളൊരു ടൈം ടേബിൾ വെച്ച് ഫംഗിസൈഡ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ കൂമ്പ് ചീച്ചലിൽ നിന്നും ഈ കേടുകളിൽ നിന്നും നമുക്ക് ഈ ഓർക്കിഡിനെ നമുക്ക് രക്ഷിച്ചെടുക്കാം. ഒരു കുഴപ്പമുണ്ടാവില്ല. അത് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് അമിസ്റ്റർ ടോപ്പ്. ഇതും ഈ കൂമ്പ് ചീച്ചലിന് നല്ലതാണ്. അമിസ്റ്റർ ടോപ്പ് കേട്ടോ. ഇത് 1 ml മതി 1 ലിറ്റർ വെള്ളത്തിലേക്ക്. അമിസ്റ്റർ ടോപ്പ് ആണെങ്കിൽ ഇത് സൾട്ടാഫ്. ഇതും 1 ഗ്രാം മതി കേട്ടോ. ഈ സൾട്ടാഫൊക്കെ 1 ലിറ്റർ വെള്ളത്തിൻ്റെ കണക്കാണ് ഞാൻ പറയണേ. 1 ഗ്രാം മതി. ബാൻഡയുടെ പിന്നൊരു ഫംഗിസൈഡാണ് എല്ലാത്തിനും ഓർക്കിഡിനെ അടിക്കുന്ന ടോപ്പ് മാസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. എന്താ ഇതൊന്ന് കാണിക്കുക, ടോപ്പ് മാസ്റ്റ്. അത് ഞാൻ പലതരം കാണിക്കുന്നത്. നിങ്ങൾക്ക് ഏതാ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മേടിച്ചടിച്ചോ. ഇത് ഇത്തിരി കോസ്റ്റ്ലിയാണ് എങ്കിലും നല്ലതാണ്. നേറ്റീവോ ഇതൊക്കെ 1 ഗ്രാം മതി കേട്ടോ. നേറ്റീവോ ഒക്കെ പിന്നെ ഇത് ഹെക്സാ ഗോൾഡ്. ഇതൊക്കെ ഫംഗിസൈഡുകളാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും പരിചയമായ സാഫ്, ഇൻഡോഫില്, അതൊക്കെ ഉണ്ട്. പിന്നെ ഒരെണ്ണത്തിൻ്റെ പാക്കറ്റ് കാണിക്കാനില്ല. അതിൻ്റെ പേര് റിഡോ മിൽന്ന്. അതിൻ്റെ പേര് മറന്നു ഞാൻ. നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇത് എന്തായാലും ഈ ഫംഗിസൈഡുകളൊക്കെ നിങ്ങൾ മഴക്കാലത്ത് 10 ദിവസം കൂടുമ്പോൾ നിങ്ങളൊന്ന് അടിച്ചു കൊടുത്തോളൂ കേട്ടോ. പിന്നെ മൊക്കാറിയും വേണ്ടയുടെയും നനയുടെ ഒരു പരിചരണം കൂടി ഞാൻ പറയാം. മൊക്കാറിയും വേണ്ടയും നനയ്ക്കുമ്പോൾ വേനൽക്കാലത്തായാലും വർഷക്കാലത്തായാലും കൂമ്പിലധികം വെള്ളം കെട്ടി നിൽക്കരുത്. അപ്പോൾ വേനൽക്കാലത്ത് ഒരു 3:30 കഴിയുമ്പോൾ നിങ്ങൾ നനയ്ക്കുക. ഒരു 5 മണിയാകുമ്പോഴേക്കും അപ്പോൾ കൂമ്പിലെ വെള്ളം വറ്റും. അതിനാണ് ഈ 3:30 ആകുമ്പോൾ. അപ്പോൾ അത്യാവശ്യം വെയിലും ഉണ്ട്, അതിന് നനവും കിട്ടി. വൈകുന്നേരം ആകുമ്പോഴേക്കും കൂമ്പിൽ വെള്ളം കെട്ടി നിൽക്കാതെ അത് വറ്റിപ്പോവും. വർഷക്കാലത്ത് നല്ല മഴക്കാലമാണെങ്കിൽ നിങ്ങൾ നനയ്ക്കേണ്ട. നിരന്തരം കണ്ടിന്യൂസ് മഴ പെയ്യണമെങ്കിൽ നിങ്ങളത് നനയ്ക്കേണ്ട. കാരണം ചൂടില്ലല്ലോ. മഴക്കാലത്ത് നനച്ചാൽ കൂമ്പിലെ വെള്ളം വറ്റില്ല, അതിന് ചീച്ചിൽ കൂടും. അപ്പോൾ അതുകൊണ്ട് നിന്ന് മഴ പെയ്യണമെങ്കിൽ സ്റ്റോപ്പില്ലാതെ മഴ പെയ്യണമെങ്കിൽ നിങ്ങൾ വേണ്ട മൊക്കാറും ഫെലനോസിസ് ഇതൊന്നും നിങ്ങൾ നനയ്ക്കാൻ പോകണ്ട. വെയിൽ ഒരു ചൂടുള്ളൊരു കാലാവസ്ഥയാണ് എന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ആ വെയിൽ കാണുന്ന സമയത്ത് വേണ്ടയും മൊക്കാറയൊക്കെ നനച്ച് കൊടുക്കുക. ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൂമ്പിലെ വെള്ളം വറ്റി പോകാനാണ്. ഒരു വേണ്ടയും മൊക്കാറയൊക്കെ നനച്ച് കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും ആ കൂമ്പിലെ വെള്ളം വറ്റി പോകണം. അല്ലെങ്കിൽ ഈ കൂമ്പ് ചീച്ചിൽ വരാനുള്ള സാധ്യതകൾ കൂടും. എൻ്റെ അനുഭവങ്ങളാണ് കേട്ടോ ഞാൻ ഈ നിങ്ങളോട് പങ്കുവെക്കണേ. ഇനി ചിലവർക്കത് തെറ്റായിട്ട് തോന്നാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ ചെയ്യണ ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ നനയ്ക്കാൻ വിട്ടുപോയി, രാത്രി ആയാൽ പിന്നെ ഞാനത് നനയ്ക്കില്ല. ഏത് മഴക്കാലത്ത് അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ടിയും മൊക്കാറൊക്കെ ഒരുവിധം കൂമ്പ് ചീച്ചിലില്ലാതെ വലിയ കുഴപ്പമില്ലാതെ അത് നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ കണ്ടിന്യൂസ് മഴ പെയ്യണ ദിവസങ്ങളിൽ നിങ്ങൾ അത് നനയ്ക്കേണ്ട. ഡാൻഡ്രോബിയം മഴയത്തിരുന്നാലും വലിയ കുഴപ്പം വരില്ല. പക്ഷേ ഈ വേണ്ട മൊക്കാറ ഇങ്ങനെയാണ്. മഴ കൊണ്ടു കഴിഞ്ഞാൽ പ്രശ്നം, കൂമ്പിൽ വെള്ളം നിന്നാൽ പ്രശ്നം, കൂമ്പ് ചീച്ചിൽ സാധ്യത കൂടും.
അപ്പോൾ അതാണ് 10 ദിവസത്തിലൊരിക്കൽ ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയ്ക്ക് ഈ ഫംഗിസൈഡൊക്കെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഓർക്കിഡ് ഡാൻഡ്രോബിയ ആയാലും വാൻഡ ആയാലും മൊക്കാറി ആയാലും ഫെലനോസിസ് ആയാലും ഞാൻ വളം ഏതാനും ദിവസങ്ങളിൽ കൊടുക്കും. പക്ഷേ അത് വളരെ മൈന്യൂട്ടായിട്ടേ കൊടുക്കുള്ളൂ. അധികം ഡോസ് കൊടുക്കില്ല. 1 ലിറ്ററിൽ 2 ഗ്രാം വെച്ചിട്ട് ഇപ്പോൾ ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യമൊക്കെ വളം കൊടുത്താലും അതിനൊന്നും സംഭവിക്കുന്നില്ല. ചെടി വളരെ ഹെൽത്തി ആവുന്നുണ്ട്, പൂക്കൾ വേഗം വരുന്നുണ്ട്. NPK ഓർഗാനിക് അല്ല കേട്ടോ. മഴക്കാലത്ത് ഒട്ടും ഓർഗാനിക് നിങ്ങൾ ഉപയോഗിക്കേണ്ട. ഓർഗാനിക് വേനൽക്കാലത്ത് മാത്രം, അല്ലാതെ വർഷക്കാലത്ത് ഉപയോഗിക്കേണ്ട. കാരണം ചീച്ചൽ കൂടും ഓർഗാനിക്. NPK നിങ്ങൾക്ക് വെയിലുള്ള അന്തരീക്ഷമാണെങ്കിൽ മിക്ക ദിവസവും വളം അടിച്ചുകൊണ്ട് ഒരു കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല. അത് ധൈര്യമായിട്ട് നിങ്ങൾ അടിച്ചോ. അപ്പോൾ പൂക്കളും മുട്ടുകളൊക്കെ വേഗം വന്നോളും. അതിന് ഒന്നും ഒരു പ്രശ്നം ഞാൻ കാണാനില്ല. ഞാൻ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഡെയിലി വളം കൊടുക്കുന്നുണ്ട്. ചെടിക്ക് യാതൊരു കുഴപ്പമില്ല. അതെൻ്റെ ചെടി നിങ്ങൾ കാണുന്നില്ലേ, ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അടിക്കുമ്പോൾ ഇടയ്ക്ക് മൈക്രോ ന്യൂട്രിയൻറ്റും കൂടി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പോരായ്മ മൂലകങ്ങൾ കുറവുണ്ടെങ്കിൽ മൈക്രോ ന്യൂട്രിയൻ്റ് അടിക്കുമ്പോൾ അത് പരിഹരിച്ച് പൊക്കോളും. അപ്പോൾ NPK അടിക്കുമ്പോൾ പലവിധം മാറി അടിക്കുക. 19-19, 20-20 മൈക്രോ ന്യൂട്രിയൻറ്റ് ഇങ്ങനെ മാറി കൊടുക്കുക. എപ്സം സാൾട്ട് 10 ദിവസത്തിലൊരിക്കൽ കാൽസ്യം വിത്ത് ബോറോൺ കൊടുക്കുക. ഇങ്ങനെ എല്ലാം ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ചെടിക്ക് വേണ്ടതായ എല്ലാ പോഷകങ്ങളും കിട്ടി ചെടി ഹെൽത്തി ആയിട്ട് വരുള്ളൂ. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. വർഷക്കാലത്തൊക്കെ ചെടിച്ചട്ടിയുടെ ഹോൾ അടഞ്ഞിട്ടുണ്ടോ, ചെടിച്ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്നും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്ന് പെട്ടെന്ന് ചീച്ചൽ വരാം. ഏത് ചെടിച്ചട്ടി എടുക്കായാലും സൈഡിലും ഒരുപാട് ഹോൾസ് ഉള്ളതിന് കുഴപ്പം വരില്ല. അടിയിലും സൈഡിലും മാത്രം 2 ഹോളുള്ള ചെടിച്ചട്ടി വെക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ചട്ടിയുടെ ഹോള് ഒന്ന് വലുതാക്കിക്കോളൂ. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ചട്ടിയുടെ ഹോള് തീരെ ചെറുതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് വല്ല ഉളി വെച്ചോ എങ്ങനെ അതിൻ്റെ ഹോള് നല്ല വലുപ്പമാക്കിക്കോളൂ. അതിന് ഒരു കുറച്ച് നേരം ഒരു 2 മണിക്കൂർ ചട്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ട് തുളച്ചാൽ പെട്ടെന്ന് തുളഞ്ഞു കിട്ടും കേട്ടോ. ചട്ടി പൊട്ടി പോവാതെ തുളഞ്ഞു കിട്ടും. അതിൻ്റെ ഒരു ടിപ്പാണ് 2-3 മണിക്കൂർ വെള്ളത്തിൽ ഇറക്കി വെക്കുക തുളയ്ക്കണമെങ്കിൽ, വലുപ്പമൊക്കെ കൂട്ടണമെങ്കിൽ. അപ്പോൾ വേഗം നമുക്ക് അത് ചട്ടിക്ക് കേടുവരാതെ ശരിയാവും. ഇനി മഴക്കാലത്ത് വരണ വേറൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഒച്ച്. അതിനിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഒച്ചിനെ പിടിക്കുക. അപ്പോൾ ഇതിന് വേറൊരു പ്രതിവിധി, കുറച്ച് കല്ലുപ്പ് മേടിക്കുക. ഈ ചെടി ഇരിക്കുന്ന ഭാഗങ്ങളിൽ ചട്ടിയിൽ ഇടരുത് കേട്ടോ. പ്രത്യേകിച്ച് പറയുന്നു, ചെടിച്ചട്ടിയുടെ ഉള്ളിലല്ല, ചെടിച്ചട്ടി ഇരിക്കണ പ്രദേശങ്ങളിൽ അതിൻ്റെ അടിഭാഗം സൈഡ് ആ ഓരം പിടിച്ചൊക്കെ കുറേ കല്ലുപ്പ് വിതറ. ആഴ്ചയിൽ ഒരു ദിവസം ഉപ്പിന് ഇപ്പോൾ ഇത്രയല്ലേ നമുക്ക് പൈസ വരുള്ളൂ. അപ്പോൾ കുറച്ച് പൊടിയുപ്പല്ല കല്ലുപ്പ്. അപ്പോൾ അതിൻ്റെ ഉപ്പ് രസം കൊണ്ട് ഒച്ച് വന്നാൽ തന്നെ അത് അതിൽ മുട്ടി ചത്തുപൊക്കോളും. പിന്നെ മുട്ടകളൊന്നും പെരുകില്ല. അതൊരു ഒറ്റമൂലി അത്രയേ ഉള്ളൂ.